വെൽക്കം ടു ഫ്ലിക് ബഡ്സ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം അതിന് വരുന്നതിന് മുമ്പ് ഇത് ഞങ്ങളുടെ ചാനലിലെ രണ്ടാമത്തെ വീഡിയോ ആയിരിക്കും. ആദ്യം ഞങ്ങളുടെ ചാനൽ ഇൻട്രോ ആയിരിക്കും. സോ ഈ ഒരു ചാനലിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാനും വിഷ്ണു ഇപ്പോൾ എത്ര കാലമാടാ വി ഹാവ് ബീൻ ഫ്രണ്ട്സ് ഫോർ വാട്ട് മോർ ദാൻ 3 to 4 years. 3 to 4 years ഞങ്ങൾ ഫ്രണ്ട്സാണ്. ഞങ്ങൾ എപ്പോൾ ഒന്നിച്ച് കൂടിയാലും ഞങ്ങൾ സംസാരിക്കുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്ന് ഫുഡ്, രണ്ട് സിനിമ. അപ്പോൾ ഫുഡിന് എനിക്കൊരു ചാനലുണ്ട്, ഇവനൊരു ചാനലുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ നിങ്ങൾ കണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു വാട്ട് ഇസ് വൺ മോർ തിങ് വി ലൈക്ക്. അപ്പോൾ മൂവി. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയായാലും സീരീസ് ആയാലും സമയം കിട്ടുമ്പോഴൊക്കെ കാണുന്ന ഒരാളാണ്. വിഷ്ണു ആയാലും അതുപോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് ഈ ഒരു ഫ്ലിക് ബഡ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടെ തുടങ്ങിയത്. ഞങ്ങൾ രണ്ടുപേരും എന്താ പറയുക, ഈക്വൽ പാർട്ട്നേഴ്സ് അല്ലേ? ഞങ്ങളൊരു കൊളാബറേറ്റ് ചെയ്യുന്ന രണ്ടുപേരുടെ കയ്യിൽ ഐഡിയ ഉണ്ട്. ഇവൻ ഏതെങ്കിലും മൂവി കണ്ടു കഴിഞ്ഞാൽ ഹി വിൽ ബി അപ്ലോഡിങ് ദ റിവ്യൂസ്. ഞാൻ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ടാവും. ഞങ്ങൾ രണ്ടുപേരും കാണുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതേപോലെ ഫേസ് ടു ഫേസ് സംസാരിക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ്റെ ഒരു സ്പോയിലർ ഫ്രീ ഡിസ്കഷനാണിത്. സ്പോയിലർ ഡിസ്കഷൻ ഞങ്ങൾ അടുത്തത് ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ജസ്റ്റ്, അതായത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ജസ്റ്റ് ഒരു ക്യാമറ ഓൺ ചെയ്തിട്ട് ഞങ്ങൾ സംസാരിക്കാനാണ് പ്ലാൻ. കാരണം അതാണ് നല്ലത്. കാരണം ഈ എഡിറ്റൊക്കെ ചെയ്ത് ഞങ്ങൾ ഈ സ്ക്രിപ്റ്റൊക്കെ എഴുതി ചെയ്യുന്ന സമയത്ത് അത് വളരെ അത് അല്ലെങ്കിലും ബോറാണ് നമ്മൾ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇപ്പം ഞങ്ങളിങ്ങനെ ഇരുന്ന് സിനിമയുടെ കാര്യം സംസാരിക്കാൻ നിങ്ങളും കൂടെ കേൾക്കുന്നു അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഇവിടെ കിടന്ന് ഇത് തന്നെ പരിപാടി. അതിൻ്റെ കമൻസ് നിങ്ങൾ പ്രേക്ഷകർ അതിലിടണം. എടാ പ്രേക്ഷകരൊന്നും പറയില്ല, അവർ ജസ്റ്റ് വാച്ചിങ്. ഇവനെ അറിയില്ല, ഇവന് സംസാരിക്കറിയില്ല, അതാ കുഴപ്പം. ഓക്കെ, ഞങ്ങളുടെ മറ്റേ നമ്മൾ ലുലുമാളുടെ വീഡിയോ ചെയ്ത സമയത്ത് താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് ഓർമ്മയില്ല, ആളുടെ പേര് ഓർമ്മയില്ല. എടാ നമ്മൾ രണ്ടുപേരും കൂടെ സംസാരിക്കുന്ന മറ്റേ ഈ ഒരു നമ്മുടെ ഡൈനാമിക്സ് ഒക്കെ അടിപൊളിയാണെന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഉത്ഭവിച്ചെടുത്ത ഒരു സാധനമാണ് ഫ്ലിക് ബഡ്സ്. അപ്പോൾ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ ആദ്യം നീ പറ, എന്നിട്ട് ഞാൻ പറയാം. കാരണം എനിക്ക് പറയാൻ കുറേ ഉണ്ട്, സ്പോയിൽ ചെയ്യരുത്. ഞാൻ എക്സ്മാനിൻ്റെ ഒരുവിധം എല്ലാ എക്സ്മാൻ അതിൽ തിയേറ്ററിൽ എക്സ്മാൻ എന്നാ പറയുന്നത്. എടാ അത് ഒരാളുള്ളപ്പോൾ എക്സ്മാൻ, കുറേ പേരുള്ളപ്പോൾ എക്സ്മാൻ്റെ ഒരുവിധം എല്ലാ സീരീസും ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാ മൂവീസും കണ്ട്. എനിക്ക് എക്സ്മാൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും ഒരുവിധം ഇഷ്ടമാണ്. ഡെഡ്പൂളിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു ചെറിയ ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് ആണ് ഞാൻ ഒരുവിധം കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡെഡ്പൂൾ വേഴ്സസ് വൂൾവറിൻ്റെ ഈ ഒരു മൂവി, ഡെഡ്പൂൾ വേഴ്സസ് വൂൾവറിൻ അല്ല, ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ. നമ്മൾ ആദ്യം ഡെഡ്പൂൾ വേഴ്സസ് വൂൾവറിൻ എന്നാ പറഞ്ഞേ. ആണോ? ആ തെറ്റ് പറ്റിയാൽ മാറ്റി എല്ലാം മാറ്റി. ഇതുകൊണ്ടാണ് ഞങ്ങൾ എഡിറ്റ് ചെയ്യാത്തത്. ഇത് ഞങ്ങൾ എഡിറ്റ് ചെയ്യാത്തത്. നമുക്ക് ഡെഡ്പൂൾ വേഴ്സസ് വൂൾവറിൻ എന്നല്ലേ വരും. എന്ത് ചെയ്യാൻ ഈ പടം സത്യം പറയാലോ, ഒരു എന്താ പറയാ, നീ അവിടെ ആലോചിച്ചോണ്ടിരിക്കും. ഞാൻ പറയാം, അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ്. അതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഹൈലൈറ്റ് ഞാൻ പറയാം. ബിക്കോസ് നിങ്ങൾ എല്ലാവരും അടുത്തുള്ള തിയേറ്റേഴ്സ് പോയി ഇത് കണ്ട് മനസ്സിലാക്കി ഇതിന്റെ ഗ്രാഫിക്സ്, ഇതിന്റെ അടുത്തുള്ള തിയേറ്ററിൽ ഈ സിനിമ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ട്രാവൽ ചെയ്യണം. ട്രാവൽ ചെയ്ത് ഏതാണോ തിയേറ്റർ, എത്ര ദൂരമുള്ള തിയേറ്റർ ആണെങ്കിലും IMAX 3D എഫക്റ്റിൽ നിങ്ങൾ ഈ പടം കണ്ടേ പറ്റും. ഈ പടത്തിനെ പറ്റിയിട്ടുള്ള മോർ നോളജ് അരവിന്ദ്. ശരി, അപ്പം എനിക്കിത് എവിടെ തുടങ്ങണമെന്നറിയില്ല, അതാണ് സത്യം. ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ ഫോൾട്ട് എന്താണെന്ന് പറയുമ്പോൾ, ഞാൻ നെഗറ്റീവ് പറഞ്ഞു തുടങ്ങാം. ഈ പടം ആകെ 2 മണിക്കൂറേ ഉള്ളൂ. ആകെ 2 മണിക്കൂറാണ് ഈ സിനിമയുള്ളത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മണിക്കൂർ ഈ പടം 5 മണിക്കൂർ 6 മണിക്കൂർ അടിച്ചു വിരട്ടെ ഞാൻ ഇരുന്ന് കാണും. കാരണം അത്രയുണ്ട് ഇതിനകത്ത് സാധനം. ഇതിൻ്റെ തുടക്കം തൊട്ടുള്ള പരിപാടി വി നോ. കാരണം ഡെഡ്പൂൾ എന്ന് പറയുന്ന ക്യാരക്ടർ മെറ്റയാണ്. കാരണം ഹീ ക്യാൻ ബ്രേക്ക് ദ ഫോർത്ത് വാൾ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വി ആർ ട്രാവലിംഗ് വിത്ത് ദ ക്യാരക്ടർ. അയാൾക്ക് നമ്മളെ കാണാം, നമുക്ക് അയാളെ കാണാമെന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ള ആളാണ് ഡെഡ്പൂൾ. ആൻഡ് ഡെഡ്പൂൾ പല എന്താ പറയുക, നമുക്ക് ചില റെഫറൻസസ് ഇട്ട് തരും. അത് നമ്മുടെ റിയൽ വേൾഡുമായിട്ട് സമയം, അതായത് ഡിസ്നിയുടെയും ഫോക്സിൻ്റെയും തമ്മിലുള്ള ഡീലും ഡിസ്നി മാർവൽ തമ്മിലുള്ള ഡീലും അതിനിടയിലുള്ള ക്ലാഷും, പിന്നെ വൂൾവറിൻ റിട്ടയർ ആയത് വൂൾവറിൻ അല്ല, ഹ്യൂ ജാക്മാൻ. ഐം സോറി, എനിക്ക് ഹ്യൂ ജാക്മാൻ ഇസ് വൂൾവറിൻ, ടോണി സ്റ്റാർക്ക് ഇസ് റോബർട്ട് ഡൗണി ജൂനിയർ. എനിക്ക് ക്യാരക്ടറിൻ്റെ പേര് നമുക്ക് വരത്തുള്ളൂ. കാരണം നമ്മൾ അത്രയും അസോസിയേറ്റ് ചെയ്യണം. കാരണം മാർവൽ ഇത്രയും നാളും കൊണ്ട് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലെഗസി ഉണ്ട്, അതിൻ്റെ ഒരു ലെഗസിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ വൂൾവറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂ ജാക്മാനേ ഉള്ളൂ. അത് അങ്ങനെയാണ്. അതിപ്പോൾ ആ ഒരു സെൻറ്റിമെൻറ്റ്, നിങ്ങൾ ലോഗൻ കണ്ട് കരഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് എ ബ്ലാസ്റ്റ്. കാരണം ദിസ് ഈസ് വൂൾവറിൻ. കാരണം കോമിക് അക്യുറേറ്റ്, ഇതുവരെ നമുക്ക് സ്യൂട്ട്, ആ കോമിക് അക്യുറേറ്റ് സ്യൂട്ട്, ആ ബ്ലൂ ആൻഡ് യെല്ലോ സ്യൂട്ട് ഇട്ട് ഓടുന്ന കിട്ടിയിട്ടില്ല. കൺകുളിർക്ക കാണുക ജനങ്ങളെ, ഈ പടത്തിൽ അതുണ്ട്. സർപ്രൈസ് എലിമെന്റ്സ് ഓൾസോ. അത് ഞാൻ തൊടുന്നില്ല. കാരണം there are some things which I do want to tell you. അത് സ്പോയിലർ ഡിസ്കഷനിൽ ഞാൻ പറയാം. സർപ്രൈസ് എലിമെന്റ്സ് എന്ന് പറഞ്ഞു. ആ വീഡിയോ നിങ്ങൾ കാണേണ്ടവർക്ക് കാണുക. പടം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ആ വീഡിയോ വന്ന് കാണുക. കാരണം പടം കാണാൻ നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ആ ഒരു എന്നാലും നിങ്ങൾക്ക് പടം എൻജോയ് ചെയ്യും ഇല്ലേ. ക്യാമിയോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില സിനിമകളിൽ ക്യാമിയോസ് കൊണ്ടിരുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ജസ്റ്റ് ഒരു ഹൈ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് അങ്ങനെയല്ല, പടത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. വന്ന ആൾക്കാരുടെയൊക്കെ റോള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ പടം കണ്ടത് IMAX 3Dയിലാണ് പറഞ്ഞത്. ഞങ്ങൾ കോയമ്പത്തൂർ ബ്രോഡ്വേയിൽ വന്നിട്ടാണ് ഈ സിനിമ കണ്ടത്. കാരണം ആ ഒരു എക്സ്പീരിയൻസ് വേണമായിരുന്നു. ആൻഡ് മാൻ ദ 3D വാസ് സോ ഗുഡ്. ആ ഫസ്റ്റ് ഫൈറ്റിലുള്ള പരിപാടി, ഫസ്റ്റ് ഫൈറ്റും അവസാനം മൂവി എൻഡ് ചെയ്യാൻ പോകുന്ന കുറേ എഫക്ട്സ്, അതൊക്കെ 3D എക്സ്പീരിയൻസിൽ മക്കളെ സത്യം ഒരു രക്ഷയില്ലാത്ത 3D എഫക്റ്റ്. നിങ്ങൾ ആ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾ ഇതിൽ വന്ന് പറയണം എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്. നിങ്ങൾ ആ ഒരു വേറെ ഒന്നും നിങ്ങൾ കമൻസിൽ പറഞ്ഞില്ലെങ്കിലും ഈ പടത്തിൻ്റെ 3D എഫക്റ്റ്. കാരണം ഞാൻ അവതാറും IMAX-ലാണ് കണ്ടത്. ഞാൻ പാലക്കാട് നിന്ന് തിരുവനന്തപുരത്താണ് IMAX ഉണ്ടായിരുന്നത്. അപ്പോൾ ബ്രോഡ്വേ തുടങ്ങിയിട്ടില്ല. ഞാൻ ബ്രോഡ്വേ ട്വിറ്ററിലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, ബട്ട് ഇവർ തുടങ്ങിയിട്ടില്ല IMAX. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രം പോയിട്ട് അവതാർ വേ ഓഫ് വാട്ടർ കണ്ടു. ബട്ട് അതിൻ്റെ 3D എനിക്ക് അത്രയ്ക്ക് ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല, ബിക്കോസ് അതൊരു യൂഷ്വൽ പടം. ബട്ട് ദിസ് ഒരു മാർവൽ മൂവിയിൽ ഇത്രയും നല്ല 3D എഫക്റ്റ് എനിക്ക് വേറെ കിട്ടിയിട്ടില്ല. അത് പേഴ്സണലി എൻ്റെ ഒപ്പീനിയനാണ്. ആൻഡ് ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു. പിന്നെ ഇതിലെ കാസ്റ്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ റയൻ റെനോൾഡ്സ്, ഹ്യൂ ജാക്ക്മൻ, പിന്നെ കസാൻഡ്ര ആയിട്ട് വന്ന ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ആൾക്കാരുണ്ട് എനിക്ക്, പക്ഷെ പറയാൻ പറ്റില്ല. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഈ പടത്തിൽ. അത് കഴിച്ചെഴുതുമ്പോഴും കാണുമ്പോൾ നിങ്ങളുടെ വായ നിങ്ങൾ തുറന്ന് സംസാരിച്ച് നിലവിളിക്കണം. അത് പക്ഷേ അതൊക്കെ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണം. അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളൂ. 2-3 ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് എന്തായാലും, അല്ലെങ്കിൽ ആ ആക്ടേഴ്സിനെങ്കിലും നിങ്ങൾക്ക് അറിവുണ്ടാവും. അത് പ്രോമിസ്. ഞാൻ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരും ഉണ്ടെന്ന് വേണമെങ്കിൽ ഞാൻ ഒരു ഹിന്റ് ഇട്ട് തരാം. നിങ്ങൾ ട്രെയിലേഴ്സിൽ കാണുമ്പോൾ ചെറിയ ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സിന്റെ ആ സെയിമിന്റെ ആൾക്കാരെ ഒക്കെ കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ യൂട്യൂബിൽ കുറേ പേര് ഇത് ഇട്ടിട്ടുണ്ട്, എന്താ പറയുക, മറ്റേ ബ്രേക്ക് ഡൗൺ, ട്രെയിലർ ബ്രേക്ക് ഡൗൺ. ഞാൻ ഡെഡ്പൂളിൻ്റെ ട്രെയിലർ 0.25x കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ കുറച്ചൊക്കെ എടുത്തതൊക്കെ ഇതിനകത്തുള്ളത് സത്യമാണ്. ബട്ട് ചില പരിപാടികൾ ഇതിൽ റയൻ റെനോൾഡ്സ് കോറൈറ്റും ചെയ്തിട്ടുണ്ട്. റയൻ റെനോൾഡ്സ് ഇസ് എ നാച്ചുറലി ഫണ്ണി ഗായ്. അവന് നന്നായിട്ട് തമാശ വരുന്ന ആളാണ്. സെൽഫ് റെഫറൻസ് ഒക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. ഹ്യൂ ജാക്ക്മാനെ കുറിച്ച് ഡെഡ്പൂൾ 1 കയറി ആ ബ്രിഡ്ജിൻ്റെ മേലെ ഇരുന്നിട്ട് കാലാട്ടിയിട്ട് പടം വരയ്ക്കുന്ന ഒരു സീനിൽ തന്നെ ആരെ ഇത് ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനൊരു സിനിമ കിട്ടിയെന്ന് പറയുന്നില്ല. ഹിസ് നെയിം സൗണ്ട്സ് വിത്ത് വോൾവറൈൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ തൊട്ട് വോൾവറൈൻ ഇങ്ങനെ റെഫറൻസ് ഇട്ടുകൊണ്ടിരുന്ന ക്യാരക്ടറാണ് ഡെഡ്പൂൾ എന്ന് പറയുന്നത്. അപ്പോൾ വെൻ വി സീരീസ് 2 ഹീറോസ് ടുഗെദർ, ആൻറ്റി ഹീറോസ് എന്ന് പറയാം അല്ലേ. ദേ ആർ നോട്ട് ലൈക്ക് എന്താ പറയുക, നല്ല ആൾക്കാരാണോ അവർ? ദേ ആർ നോട്ട് സൂപ്പർ ഹീറോസ്. ദേ ആർ മോർ ലൈക്ക് ഒരു ഗ്രേ ഷെയ്ഡുള്ള ആൻറ്റി ഹീറോസ് ആണ്. ദേ ആർ നോട്ട് പെർഫെക്റ്റ്. വോൾവറൈൻ ആയാലും ശരി, ഡെഡ്പൂൾ ആയാലും ശരി, വളരെ വയലൻറ്റ് ടെൻഡൻസീസ് ഉള്ള 2 പേരാണ്. ആൻഡ് ദേ ആർ ഡാം കൂൾ. ആ വയലൻസ്, ഈ പടം A-rated ആണ്, R-rated ആണ്. ആൻഡ് അതിനുള്ള പരിപാടിയുണ്ട്, എല്ലാം ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ദറ്റ് 18+ വല കണ്ടന്റ്. ദിസ് ഇസ് വയലൻസ്, ഫോർ വയലൻസ്, ബ്ലഡ് ഷെഡ്, തല പൊട്ടിത്തെറിക്കുന്നു, കുത്തി കയറ്റുന്നു, പറയാൻ പാടില്ല. അതൊക്കെ കാണട്ടെ. എടാ പോടാ, അതൊക്കെ ട്രെയിലറുള്ള. മറ്റേ കാറിനകത്ത് നിങ്ങൾ മറ്റേ ഡെഡ്പൂൾ മാനത്ത് പറക്കുന്ന ആ കാറിൽ, ഒരു ഹോണ്ട അല്ലേടാ, ഹോണ്ട കാറുകളുടെ സെയിൽസ് കൂടിയാലും കൂടി ഇവൻ തന്നെ ഇതെന്ത് കാറുടെ കാറ് കൊള്ളാലോ, നല്ല ഡ്യൂറബിൾ ആയിട്ടുണ്ട്. ഹോണ്ടയ്ക്കും കിയയ്ക്കും ഒക്കെ നല്ല കാറിന് വില എങ്ങാണ്ട് ഇതൊക്കെ വരുന്നുണ്ട്. ഒറ്റ ഷോട്ടിൽ എടുത്തു തീർക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കോള് വന്നു പോയി. ഈ ഒരു കട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ വീഡിയോയിലെ, പ്രോമിസ്. സോറി, എൻ്റെ തെറ്റാണേ. അപ്പോൾ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? ഒന്നുമില്ല, ഇനി ഇതൊന്നും പറയാനൊന്നുമില്ല. എടാ നമുക്ക് ഈ ടിക്കറ്റ് എത്ര? 650 രൂപയാണ്. 650 രൂപയാണ് IMAX 3D വരുന്നത്. അത് പല സ്ഥലത്തും പല റേറ്റാണ്. പിന്നെ നമ്മൾ രണ്ടുപേരും ഒരു കാര്യം തീരുമാനിച്ചു, ഇനി സിനിമ കാണണമെങ്കിൽ IMAX ഇങ്ങനത്തെ റിലേറ്റഡ് മൂവീസ്, മാർവൽ. ഞാൻ പ്രൊമോഷൻ ആണെന്നൊന്നും പറയരുത്. വരെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കം ടു ബ്രോഡ്. പൈസ ചെലവാക്കി കാണുന്ന പാലക്കാടുള്ള ആളാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, പൈസ ചെലവാക്കി ഇവിടെ വന്ന് കാണാം. കോയമ്പത്തൂർ വന്ന് നിങ്ങൾ ബ്രൂഫീൽസ് ഒന്നും പോകണ്ട, കം ടു ബ്രോഡ്വേ. ബ്രോഡ്വേയിൽ നിങ്ങൾ ഇംഗ്ലീഷ് സിനിമ കാണാനാണെങ്കിൽ ഞാൻ ഏതാ ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ, ബാഹുബലി 2, പിന്നെ അതേപോലത്തെ കുറച്ച് മാസ് പടങ്ങളില്ലേ, നല്ല സ്കെയിലിൽ വരുന്ന നല്ല വിഷ്വൽ ഗ്രാൻഡറുള്ള പടങ്ങളൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ പാലക്കാട് കാണാറില്ല. കാരണം പാലക്കാടുള്ളൊരു പ്രമുഖ തിയേറ്റർ, നല്ല പൂർ തിയേറ്റർ ആയതുകൊണ്ട് അവിടുത്തെ സ്ക്രീനൊക്കെ ഭയങ്കര മോശമാണ്, അവിടെ വരാറില്ല. അത് എവിടെയാ? പാലക്കാട് സ്നാക്സ് ഒക്കെ ഉണ്ട്. പ്രിയ തിയേറ്ററിലെ മുട്ട പൗസ് മറക്കരുത് നീ. അത് മറക്കില്ല. അത് പിന്നെ ചീസ് പോപ്കോൺ, ശ്രീദേവി ദുർഗട. അതൊക്കെ വിട്. നമ്മൾ വിഷയത്തിൽ നിന്നും തന്നെ മറന്നു. ഭക്ഷണ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊരു സിനിമാ ചാനലാണ്, വിഷ്ണു ആയ മൈൻഡ് യു. ഓക്കെ, ആരൊക്കെ ഫുഡിൻ്റെ കാര്യം എടുത്തിട്ട് നീ തന്നെയല്ലേ? ഇവൻ തന്നെയായിരിക്കും, ഇവനാണ്. പിന്നെ സിനിമ കാണുമ്പോൾ ഒന്നും കഴിക്കണ്ട. അത് നല്ല ഇവിടുന്ന് ഞങ്ങൾ കൊറിയൻ ക്രീം ചീസ് ബണ്ണാണ് കഴിച്ചത്. ഒരെണ്ണം 200 രൂപ. ബട്ട് സാധനം കിടുന്ന സാധനം, അടിപൊളി സാധനം. പോപ്കോൺ ഇവനെ 4 ഫ്ലേവേഴ്സ്, ടാങ്കി, ചീസ്, നീ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ബിബിക്യും ചീസ് മാത്രമേ ഉള്ളൂ. അത് ആകെ 240 രൂപ. അത് ഇത്ര വലിയ സാധനം. വലിയ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള ലാർജ് പോപ്കോൺ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കിഡിലെ ആംബിയൻസ്,
തിയേറ്ററിൻ്റെ ഇൻസേർട്സ് ഒന്നും ഒരു രക്ഷയില്ല. ഓവർ ഐമാക്സിനൊക്കെ ഒരു സെറ്റാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ മറ്റേ ബെഡുണ്ട്, റിക്ലൈനർ സീറ്റ് ഉണ്ട്. അത് പക്ഷേ ഫ്രണ്ടിൽ കിടന്ന് കഴിഞ്ഞാൽ കഴുത്ത് വേനിയും കാരണം സ്ക്രീൻ മുമ്പിലായിട്ടുണ്ട്. അത് ചിലപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത് ഓപ്റ്റ് ചെയ്യാത്താണ്. രണ്ടിനും ഒരേ റേറ്റും തന്നെയായിരുന്നു. വേണേൽ അത് എടുക്കായിരുന്നു. ഇനി അടുത്ത തവണ വരുമ്പോൾ നമുക്ക് എടുത്തു. തിയേറ്റർ പിന്നെ ഓബിയസ്ലി എടാ പാലക്കാട് ഇതേ ഷർട്ട് ഇട്ടിട്ട് എത്ര പേര് ഇറക്കേണ്ടത് അറിയാം. ഇത് ഞാൻ റെഡ് വോൾഫ് എടുത്തതാണ്. ഇതിന്റെ ഡെഡ് പൂൾ സൂപ്പർ സൂട്ട് എന്ന് പറയും. ഞാൻ മോസ്റ്റ്ലി റെഡ് വോൾഫ് എന്നാണ് വാങ്ങിക്കാറ്. ഇതൊക്കെ ഞാൻ ചുമ്മാ പറയുന്നേ ഉള്ളൂ. ഇവരൊന്നും നമ്മൾ ഒരിക്കലും സ്പോൺസർ ചെയ്യാൻ പോകുന്നില്ല. ബേവക്കോഫ് അറിയാടാ. മാർവൽ മാത്രമല്ല അവരെല്ലാവരും ഇടും. ഇന്ത്യയിലെ ബേവക്കോഫിന്റെ ബാറ്റ്മാന്റെയും ഒരെണ്ണമുണ്ട്, ഒരു ബ്ലാക്ക് പാന്തറിന്റെയും ഉണ്ട്. ഞാൻ അങ്ങനത്തെ ഡ്രസ്സ് എടുക്കാം. ഇത് ഈ ഒരു സൈഡ് എൻ്റെയോ ഇവൻ്റെയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അത് തന്നെയാണ് ഈ ഒരു ചാനലിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ പറയുക ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് മൂവ് ചെയ്തത്. ഇതായിരിക്കും ഇങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കും ഇതിനകത്ത് വരിക. ചാനൽ ഇൻട്രോ നിങ്ങൾക്ക് ചാനൽ നോ സീരിയസ് ഓഫ്. ഇനി സീരിയസ് പടങ്ങളാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയല്ലോ ഇതിനെ കോമഡി ആക്കിക്കോളാം. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂറപ്പടം, അപരാധം, കൾട്ട്, മലം കൾട്ട് അതുപോലത്തെ പരിപാടി നമുക്ക് വേണ്ടല്ലേ. എന്തിനാ പറയുക നമ്മൾ കോൺട്രവേഴ്സി നെഗറ്റീവ് എൻഡിങ്ങിലും നമ്മൾ ആ നെഗറ്റീവിനെ നേരെ കുറച്ച് കോമഡിയൊക്കെ ഇട്ട് അല്ല അതങ്ങനെയല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഫുഡ് റിവ്യൂ ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു സാധനം കൊള്ളൂലെങ്കിലും അത് എന്തുകൊണ്ട് കൊള്ളില്ല, അതിനെങ്ങനെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാവുന്നേ പറയാം. അല്ലാണ്ട് ഇത് കൂറ ഹോട്ടലാണ്, ഈ ഹോട്ടൽ നടത്തുന്നവർക്ക് വിവരമില്ല, വിദ്യാഭ്യാസവും ഇല്ല എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെ അതൊരു നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ആരാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. അപ്പോൾ ഇതിന് കോൺട്രവേഴ്സി ആകും. ഇപ്പം ഇവൻ എന്നെ ഉദ്ദേശിച്ചാണ് എന്ത് അല്ല അത് വേറെ. ഇത് പ്രമുഖരായിട്ടുള്ള കുറച്ച് ആൾക്കാരെ പ്രമുഖരായ ഇത് ഇവനെ അഭിനയിക്കണമല്ല, ഇവൻ ശരിക്കും ഇവന്റെ ജെന്യൂൻ റിയാക്ഷൻസ് ഇവൻ ഇത്തിരി ഓവറാണ് അല്ലേ. പടം കണ്ട എഫക്ട് ഇതുവരെ കണ്ണെന്ന് മാറിയില്ല. പിന്നെന്തുവാടാ ബാക്കി നമുക്ക് സ്പോയിലർ വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഇതൊരു 5 out of 5 10 out of 10 ഫ്രം ആർഡൻ മാർവൽ ഫാൻ. ഇതൊരു 10 out of 10 മൂവിയാണ്. ധൈര്യമായിട്ട് പോയി കണ്ടോ. 3Dയിൽ തന്നെ കാണണം, ഇംഗ്ലീഷിൽ തന്നെ കാണണം. തമിഴിലൊന്നും പോയി, തമിഴിൽ 2Dയിലൊക്കെ പോയി കണ്ടവർക്ക് എന്ത് മനസ്സിലാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് ഇംഗ്ലീഷ് 3Dയിൽ നല്ല ക്വാളിറ്റി, ഐമാക്സ് കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. നല്ല തിയേറ്ററിൽ നല്ല തിയേറ്റർ, നല്ല സൗണ്ട് സിസ്റ്റം ഉള്ളൊരു തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ദിസ് ഇസ് ആൻ എക്സ്പീരിയൻസ്. ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ വിൽ നോക്ക് യുവർ സോക്സ് ഓഫ് സീരിയസ്ലി അല്ലേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തില്ല എന്ന് കമൻറ്റ് ഇടുക. കാരണം അങ്ങനെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് 2-3 പേർ കൂടി ഇതാവും. എന്താ പറയുക, യൂട്യൂബ് ആൽഗരിതം രണ്ടാമത്തെ കട്ട്. പിന്നെ എനിക്ക് കോള് വന്നു, ഞാനത് എടുത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വിളിക്കില്ല. പക്ഷെ ഞാനൊരു ഫ്ലോയിൽ വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ആ ഒരു കിട്ടൂല. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തില്ല എന്ന് പറയുക, അത് കമന്റ് ഇടുക, ലൈക്ക് എന്തായാലും ലൈക്ക് ഭയങ്കര ഉപകാരപ്പെടുന്ന. ഷെയർ ചെയ്യില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം നിങ്ങൾ വെറുതെ ഷെയർ ചെയ്തിട്ട് ഉപകാരം ഇല്ലാത്തവർക്ക് ഷെയർ. ഇപ്പം നിങ്ങളുടെ അമ്മൂമ്മ നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റ് ഉണ്ടാവും. അമ്മൂമ്മയ്ക്ക് നിങ്ങൾ ഇതിനെക്കുറിച്ച് അയച്ചു കൊടുക്കും. ഈ ടൈമിൽ ആൾക്കാർ അമ്മൂമ്മ വേറെ യൂട്യൂബ് കണ്ടു. ചില അമ്മൂമ്മ എങ്ങനെയാണ്. എൻ്റെ അമ്മൂമ്മയില്ലേ, ഞങ്ങൾ ഒരു സെക്കൻഡ്, എൻ്റെ അമ്മൂമ്മയില്ലടാ, പുള്ളിക്കാരി ടച്ച് സ്ക്രീൻ ഫോണുണ്ട്. പുള്ളിക്കാരി എടാ ക്യാൻഡി ക്രഷ് കളിക്കും എൻ്റെ അമ്മൂമ്മ. എൻ്റെ അമ്മൂമ്മ ക്യാൻഡി ക്രഷ് കളിക്കും. എൻ്റെ അമ്മൂമ്മ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്ത് തോണ്ടിക്കൊണ്ടിരിക്കും. അല്ല ഞാൻ ചുമ്മാ പറഞ്ഞാണ്. അപ്പം നമ്മൾ അങ്ങനെ ഈ ബൂമേഴ്സ് എന്നൊക്കെ പറയില്ല, അതൊന്നും ഇല്ല. ഇപ്പം എല്ലാവരും ജെൻസിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. ഇതൊരു പുതിയ ചാനലാണ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകുന്നതിന് ഞങ്ങൾ രണ്ടുപേരും ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ആരാണെന്ന് അരുവേസ് ബ്ലോഗ് ഒന്ന് അടിച്ചു നോക്കുക, വിഷ്ണു ബൈസ് ഒന്ന് അടിച്ചു നോക്കുക. അല്ലെങ്കിൽ എൻ്റെ ചാനൽ എടുത്ത് നോക്കി ഇവൻ്റെ ഈ തല അതിനകത്തുണ്ടാവും, എൻ്റെ തല ഉണ്ടാവും. ഞങ്ങൾ രണ്ടുപേരുമാണ് കൊളാബറേറ്റേഴ്സ്. വളരെ അത്രയേ ഉള്ളൂ. സില്ലിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിർത്താം. ഓക്കെ, സലാം, ബൈ ബൈ.